സി എണ്ണിക്കുന്നവരെന്തുമായാലും ഡ്രസ്സ് പിടിച്ചിടും. അതിനകത്ത് ഈ പറയുന്ന പോലെ അത്രയ്ക്ക് കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം. അതായത് കാമക്കണ്ണുകളിലൂടെ നോക്കുന്നവന്മാർക്ക് കാമക്കണ്ണുകളിലൂടെ അത് ഒരു വൃത്തികേടായി തോന്നാം. പക്ഷെ അല്ലാത്ത പക്ഷം അത് അങ്ങനെയല്ല. ഇത് ഒരുപാട് ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന്. കാരണം ആര്യൻ്റെ തെമ്മാടിത്തരം കാരണം അവനെ ഒതുക്കാൻ വേണ്ടി കുറേ ട്രോളുകളുണ്ടായിരുന്നു. സോ അപ്പോൾ ആ ട്രോള് കണ്ടിട്ടുള്ളവരായിരിക്കും ഈ 5 പേരും. ആ 5 പേരും അനുമോൾ എന്താണോ പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. അനുമോൾക്ക് ആക്ച്വലി ഏറ്റവും വലിയ അപകടമാണ് ഈ 5 പേരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. കാരണം 5 പേര് ചെല്ലുമ്പോഴത്തേനും അനുമോളുടെ ഗ്യാങ് വലുതായി. അപ്പോൾ അവിടെ ഒരു അനുമോൾക്ക് എന്തും പറയാമെന്നുള്ളൊരു ധൈര്യം അവിടെ വരിക. അപ്പം എന്തായാലും അനുമോളുടെ ഈ ഒരു പരിപാടി പാളിപ്പോയതിനെ തുടർന്ന് അനുമോൾ പിന്നെ അടുത്ത കാര്യങ്ങൾ ഇറക്കുന്നത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ കിസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടുമായിരുന്നു. അപ്പോൾ ക്യാമറ അവരെ ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിൽ ഇത് പതിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം അനുമോൾ തീർത്ത് പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോഴത്തേന് ഈ സാധനം എന്തുവായാലും എടുത്തിടും. അപ്പോഴത്തേന് അനുമോൾ ഈ പറയുന്ന പോലെ ഞാൻ ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ക്യാമറയിലൊന്നും പെട്ടിട്ടില്ല ഗായ്സ്. അപ്പോൾ ഈ ലാലേട്ടൻ വരുമ്പോഴും ഈ ലാലേട്ടൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫുട്ടേജ് കണ്ടിട്ടില്ലെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ക്യാമറ അവിടെ നോക്കി ഈ ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ.